നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വളരെ കൃത്യമായൊരു ചോദ്യം ഇതാണ്: രോഗികളോടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമുക്കറിയാം, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അത് നമ്മുടെ സമ്പത്തിൽ കുറവ് വരുത്തും. നമ്മുടെ സുഖങ്ങളിൽ, നമ്മുടെ സൗകര്യങ്ങളിൽ അത് കുറവ് വരുത്തും. എല്ലാ തരത്തിലും നമ്മുടെ സുരക്ഷിതത്വങ്ങളിൽ അത് കുറവ് വരുത്താം. അപ്പോൾ നമ്മുടെ സുരക്ഷിതത്വം ഇല്ലാതെയാക്കുന്ന, സുഖ സൗകര്യങ്ങൾ ഇല്ലാതെയാക്കുന്ന, സമ്പത്ത് ഇല്ലാതെയാക്കുന്ന ഒരാളായിട്ടാണോ രോഗികളെ നാം കാണുന്നത്? അതോ എല്ലാ നഷ്ടങ്ങളുടെ നടുവിലും ഈ രോഗിയോട് ചേർന്ന് നിൽക്കാനുള്ള മനോഭാവമാണോ നാം പുലർത്തുന്നത്? ഇത് ചോദ്യമാണ്. ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മൂപ്പൻ സഭയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ശാരീരികമായും മാനസികമായും ആത്മീകമായ സൗഖ്യവും ബലവും ലഭിക്കുന്നു. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പിന്തുണയും പ്രാർത്ഥനയും കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുകയാണ് രോഗി. അപ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് രോഗി മനസ്സിലാക്കുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള പ്രാർത്ഥനയാണ് രോഗികൾക്ക് സൗഖ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകൾ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്കാക്കുകയല്ല വേണ്ടത്, ചേർത്ത് നിർത്തുകയാണ് നാം സ്വീകരിക്കേണ്ടുന്ന, പുലർത്തേണ്ടുന്ന സമീപനം. അതുകൊണ്ട് രോഗികളെ നമ്മുടെ എല്ലാ സുഖങ്ങളിലും കുറവ് വരുത്തുന്നവരായിട്ടല്ല, അവരുടെ വേദനകളിൽ, അവരുടെ സങ്കടങ്ങളിൽ നമുക്കവരെ ചേർത്ത് നിർത്താം. ശാരീരികമായും മാനസികമായുമുള്ള സൗഖ്യം നിശ്ചയമായും അവർ അനുഭവിക്കും. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 988-022-1957.